സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകനെതിരായിട്ട് മഞ്ജു വാര്യർ വീണ്ടും കേസ് കൊടുത്തിരിക്കുന്നു. എറണാകുളം എളമക്കര പോലീസ് ആണ് ഈ കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അവമാനിച്ചു എന്ന വകുപ്പിട്ടിട്ടാണ് എളമക്കര പോലീസ് സനൽകുമാർ ശശിധരന് എന്ന പ്രൊഡ്യൂസർ, എന്ന ഡയറക്ടർ എന്നീ നിലയിൽ പ്രവർത്തിച്ച വ്യക്തിക്കെതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. 3 വർഷം മുമ്പ് ഇതേപോലെ ഒരു കേസ് എളമക്കര പോലീസ് എടുത്തിരുന്നു. ശശിധരനെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന് എതിരായി നടപടി എടുക്കുകയോ ചെയ്തില്ല. ആ കേസ് അവനെ അവിടെ കിടക്കുകയാണ്. ഇപ്പൊ വീണ്ടും രണ്ടാമത് ഇൻസ്റ്റഗ്രാമില് ശശിധരൻ മഞ്ജു വാര്യരെ പറ്റി പറഞ്ഞത് അപകീർത്തികരമാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കേസ് 3 വർഷത്തിന് ശേഷം എടുത്തിരിക്കുകയാണ്. ശശിധരൻ ഇപ്പൊ എറണാകുളത്തില്ല. അദ്ദേഹത്തിന്റെ പ്രസന്റ് ലൊക്കേഷൻ അമേരിക്കയിലാണെന്നാണ് പറയുന്നത്. എളമക്കര പോലീസ് അല്ലെ കൊച്ചി പോലീസ് അമേരിക്കയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മുഖേന ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഏതായാലും ഈ കേസ് എടുത്ത ശേഷവും സനൽകുമാർ ശശിധരൻ അടുത്ത പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മഞ്ജു വാര്യർ എന്ന നടി അവര് ആരെയോ ഒരു വലയത്തിലാണ്, അവരുടെ ജീവന് ഭീഷണിയുണ്ട്, അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ടാണ് താൻ ഈ രീതിയിൽ അവർക്ക് ശത്രുക്കൾക്കെതിരായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഇതുപോലെ പോസ്റ്റ് ഇടുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട പോലീസും അതുപോലെ ഗവൺമെന്റും ഈ കേസിന്, ഇയാൾ കൊടുത്തിരിക്കുന്ന ആ കേസിന് എതിരായി നടപടിയെടുക്കണം. കാരണം അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിലാണ് അവർ ചില വ്യക്തികളുടെ കൈകളിൽ അകപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. മഞ്ജു വാര്യരോട് അദമ്യമായ സ്നേഹം ഇദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം 2014 സിനിമാ മേഖലയിലെ ആദ്യമായി ചെറിയ ഫിലിമുകൾ എടുത്ത് തുടങ്ങിയെങ്കിലും 2014 ആദ്യ സിനിമ അദ്ദേഹത്തിൻ്റെ വന്നു. ഒരാൾ പൊക്കം എന്നൊരു സിനിമയാണ് അദ്ദേഹം എടുത്ത് പ്രൊഡ്യൂസ് ചെയ്തതും ഡയറക്റ്റ് ചെയ്തതും. അതിന് 2014 ബെസ്റ്റ് ഫിലിമിനുള്ള മലയാളം ഫിലിമുള്ള അവാർഡ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം കയ്യാട്ടം എന്നൊരു സിനിമ 2020 മഞ്ജു വാര്യരെ വെച്ചിട്ട് എടുക്കുകയും ചെയ്തു. അത് ഹിമാലയൻ സാനുക്കളിലൊക്കെ ആയിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അത് ക്യാമറ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് ആയിരുന്നില്ല, ഐഫോൺ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. അതിലാണ് കയ്യാട്ടം എന്ന സിനിമ അദ്ദേഹം പുറത്തിറക്കിയത്. ആ സിനിമയ്ക്കും ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ് കിട്ടി. മഞ്ജു വാര്യരുടെ അദമ്യമായ സ്നേഹവും ഇദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം അവരുടെ സുരക്ഷിതത്വം അവർ ചില ആൾക്കാരുടെ കയ്യിൽ അകപ്പെട്ടു പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനെതിരായിട്ടാണ് ഇദ്ദേഹം പൊതു നന്മയ്ക്കും സമൂഹ നന്മയ്ക്കും ആ സ്ത്രീയുടെ ജീവനെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത് എന്നാണ് പറയുന്നത്. അദമ്യമായ സ്നേഹം അവരോട് ഇയാൾക്കുണ്ട്, അതും പറയുന്നുണ്ട് ഈ കാര്യത്തിൽ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികൾ ഒരു സ്ത്രീക്ക് ശല്യമായി വന്നു. 3 വർഷം മുമ്പ് അങ്ങനെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വലിയ നടപടിയൊന്നും വന്നില്ല. ഇപ്പം വീണ്ടും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിനെതിരായിട്ടാണ് ഇപ്പോൾ അവർ പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് ശശിധരന് എതിരായിട്ടൊരു കേസ് എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അദ്ദേഹം അമേരിക്കയിലാണെന്നാണ് കൊച്ചി പോലീസ് കരുതുന്നത്. സനൽകുമാർ ശശിധരന് വിദേശത്താണെന്ന് മാത്രമേ അറിവുള്ളൂ എങ്കിലും പലരിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് അമേരിക്ക തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും 1-2 സിനിമ എടുക്കുകയും നല്ല അവാർഡ് ലഭിക്കുകയൊക്കെ ചെയ്ത സനൽകുമാർ ശശിധരൻ കൂടുതൽ സമയം ഇവരുടെ സുരക്ഷിതത്വത്തിനെ പറ്റിയാണ് പറയുന്നതും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുന്നതും. പ്രവൃത്തികളെല്ലാം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കുന്നതെന്ന് അറിയില്ല. അതിനെ സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയത്ത് തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലാണ് സനൽകുമാർ ശശിധരൻ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടാമതും കേസ് കൊടുത്തിരിക്കുന്നതെന്ന് കരുതുന്നു. അത് അവരുടെ സ്വന്തം നിലയ്ക്ക് എടുത്ത കേസല്ല എന്നാണ് ഇങ്ങേര് പറയുന്നത്. എന്തായാലും ഇങ്ങേരെ വിളിച്ച് ചോദിച്ചെങ്കിൽ മാത്രമേ എന്താണ് സത്യസ്ഥിതി, അദ്ദേഹം പറയുന്നത് എന്ത് കാരണത്താലാണ് എന്നതിനെപ്പറ്റി അറിയാൻ കഴിയുള്ളൂ. പക്ഷേ മഞ്ജു വാര്യർ തനിക്കെതിരായിട്ട് നിരന്തരം ഈ വ്യക്തി, പ്രത്യേകിച്ച് ഹിമാലയത്തിനടുത്തുള്ള ഷൂട്ടിങ് കഴിഞ്ഞപ്പം
തന്നെ സ്നേഹിക്കുന്നതായിട്ടോ അല്ലെ തനിക്ക് ജീവിതത്തിന് സുരക്ഷിതത്വമില്ല എന്ന് കരുതി അദ്ദേഹത്തിന് എന്തിനാണ് അങ്ങനെ ഒരു ആകാംക്ഷ എന്നും പറയുന്നില്ല. ഏതായാലും അതിനകത്ത് എന്തോ ചില പ്രത്യേകത അദ്ദേഹത്തിന് മഞ്ജു വാര്യരോട് തോന്നിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള നീക്കങ്ങളും ഈ രീതിയിലുള്ള സംഭാഷണങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ സത്യസ്ഥിതി അദ്ദേഹത്തിനെ വിളിച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അറിയാനൊക്കുള്ളൂ. മഞ്ജു വാര്യർക്ക് ആ കാര്യത്തില് ഭയമുണ്ട്, അതുകൊണ്ടാണ് അവർ കേസ് കൊടുക്കുന്നത്. എന്തായാലും ഇയാൾ പറയുന്നത് എനിക്കൊരു ഭയമില്ല പോലീസിനെ, ഞാനുള്ള കാര്യമേ പറയുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പുള്ളി പ്രതികരിക്കുന്നത്. എന്തായാലും പോലീസ് നടപടി ഇത്തവണ എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.